2026 ഓഗസ്റ്റ് 18 എന്ന് പറയുന്നത് ഇന്ത്യൻ മാരിടൈം ചരിത്രത്തിലും പ്രത്യേകിച്ചും കേരളത്തിലും ഏറ്റവും ഒരു സുവർണ ലിപിയാൽ എഴുതപ്പെട്ട ഒരു ദിനം തന്നെയാണ്. ലോകവുമായിട്ട് വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ നേടിയെടുക്കാനുള്ള അവസരം തുറന്നു എന്നുള്ളതാണ് ആ വിഴിഞ്ഞത്തിൻ്റെ ഈ എക്സിം ട്രേഡ് ഓപ്പൺ ചെയ്തതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് കേരളത്തിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുത്ത് ആ കണ്ടെയ്നറൈസേഷൻ ഇൻ്റർനാഷണലിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കണ്ടെയ്നറിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റുള്ള കാർഗോ മാത്രമേ നമുക്ക് വെസലിലേക്ക് കയറ്റിവിടാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ എല്ലാ തുറമുഖവും കടലില്ലാത്ത പ്രദേശത്തെയും നദിയില്ലാത്ത പ്രദേശത്തെയും പുഴയില്ലാത്ത പ്രദേശത്തെ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലത്തിലെയും എല്ലാ വ്യക്തികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തുറമുഖം. നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള സമ്പൂർണ്ണ കരമാർഗ കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയെ ഈയൊരു പ്രക്രിയ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക, നമ്മുടെ വളർച്ചയെ ഏതെല്ലാം രീതിയിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഈയൊരു ചരക്ക് നീക്കത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ്, ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ. 2026 ഓഗസ്റ്റ് 18 എന്ന് പറയുന്നത് ഇന്ത്യൻ മാരിടൈം ചരിത്രത്തിലും പ്രത്യേകിച്ചും കേരളത്തിലും ഏറ്റവും ഒരു സുവർണ ലിപിയാൽ എഴുതപ്പെട്ട ഒരു ദിനം തന്നെയാണ്. കാരണം വിഴിഞ്ഞത്ത് എക്സിം ട്രേഡ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിഴിഞ്ഞത്തെ സാധാരണ മനുഷ്യർ, MSME നടത്തുന്നവർ, മാനുഫാക്ചേഴ്സ്, വിവിധ തരത്തിലുള്ള ട്രേഡേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, കൺസൾട്ടൻ്റ്, പ്രൊഫഷണൽസ്, എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹം, എംപ്ലോയ്മെൻറ്റ് തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലോക തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള അല്ലെങ്കിൽ ലോകവുമായിട്ട് വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ നേടിയെടുക്കാനുള്ള അവസരം തുറന്നു എന്നുള്ളതാണ് ആ വിഴിഞ്ഞത്തിൻ്റെ ഈ എക്സിം ട്രേഡ് ഓപ്പൺ ചെയ്തതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് കേരളത്തിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം. എക്സിം ട്രേഡ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നുള്ളതിനെ ചുരുക്കി എഴുതുന്നതാണ് എക്സിം ട്രേഡ്. വ്യാപാരം, എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം എന്നാണ്. നമുക്കറിയാമല്ലോ, വ്യാപാരത്തെ അതിൻ്റെ ക്ലാസിഫിക്കേഷനകത്തിൽ ലോക്കൽ വ്യാപാരം, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ വ്യാപാരം, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കപ്പെടുന്ന വ്യാപാരത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തും നടക്കുന്ന വ്യാപാരത്തെയാണ് നാഷണൽ ട്രേഡ് എന്നും, രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യത്തേക്ക്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നടക്കുന്ന വ്യാപാരത്തെ അന്താരാഷ്ട്ര വ്യാപാരം എന്നും വിളിക്കും. എക്സിം ട്രേഡ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും കസ്റ്റംസ് പ്രൊസീജിയർ കഴിഞ്ഞ് അതിനെ നമുക്ക് ഇന്ത്യക്ക് 1962 കസ്റ്റംസ് ആക്റ്റും ഒപ്പം നമുക്ക് താരിഫ് ആക്റ്റുമുണ്ട്. അതനുസരിച്ച് ഡ്യൂട്ടിയുടെയും ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് പറയുന്ന പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് ഈ 7 ഭൂഖണ്ഡത്തിലെ ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് പോളിസി അനുവദിക്കുന്നതനുസരിച്ച് കാർഗോ കയറ്റി അയക്കാൻ അല്ലെങ്കിൽ സർവീസ് കയറ്റി അയക്കാനും മറ്റ് രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യമായിട്ടുള്ള കാർഗോ ഇറക്കുമതി ചെയ്യാനും, കയറ്റി അയക്കുന്നതിനെ എക്സ്പോർട്ടെന്നും നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ ഇറക്കുമതി എന്നും പറയും. ആ എക്സിം ട്രേഡാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആദരണീയനായ നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ സാർ നിർവഹിച്ചത്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മൊത്തത്തിലായിട്ട് വിഴിഞ്ഞം തുറമുഖം പ്രയോജനം ചെയ്യാൻ നാം ഇനിയും എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒരു വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം വരണം, ബ്ലൂ എക്കോണമി വരണം എന്നുള്ള നിരന്തരമായിട്ടുള്ള മുറവിളി ഈ സമൂഹത്തിൽ നടത്തിയവർ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ബ്ലൂ എക്കോണമിയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു തുറമുഖം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് പ്രയോജനപ്പെടാൻ വേണ്ടി ഏതെല്ലാം തരത്തിലേക്ക് അത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു തരുവാനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെൻ്റെ കടമയാണ്. ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഒരു തുറമുഖത്ത് നിന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ലൈസൻസ് നൽകുന്ന അതോറിറ്റിയുണ്ട്. അവരെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന DGFT എന്ന് പറയുന്നവരാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിന് ആവശ്യമായിട്ടുള്ള IEC കോഡ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഒരാൾ എക്സ്പോർട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആദ്യമേ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് കളക്ട് ചെയ്യണം. ആ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ ആ രാജ്യം, അതായത് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഫോറിൻ ട്രേഡ് പോളിസി, അതും അതിൽ തന്നെ കാർഗോയെ റിസ്ട്രിക്റ്റഡ് ഗുഡ്സ്, പ്രൊഹിബിറ്റഡ് ഗുഡ്സ്, ഫ്രീലി ട്രാൻസ്പോർട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനെ കൊടുത്ത് ടൈം ടു ടൈമിൽ പാലിക്കപ്പെടേണ്ട റൂൾസുകളും റെഗുലേഷൻസുകളും റെസ്ട്രിക്ഷൻസും എല്ലാം നൽകും. അത് നാം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒരു ഘടകമാണ്. അതിനോടൊപ്പം തന്നെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കണം എങ്കിൽ അതാത് രാജ്യത്തിൻ്റെ കസ്റ്റംസ് ആക്ട് ഉണ്ട്. ആ കസ്റ്റംസ് ആക്ട് നാം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഇന്ത്യയിലെ കസ്റ്റംസ് ആക്ട് 1962-ലെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിസർവ് ബാങ്ക് നൽകപ്പെടുന്ന എക്സിം ഫൈനാൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക റൂൾസും റെഗുലേഷൻസും ഉണ്ട്. കറൻസിയും ഫോറിൻ എക്സ്ചേഞ്ചും നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മൾ മറ്റ് രാജ്യത്തേക്ക് പ്രോഡക്റ്റ് അയക്കുമ്പോൾ ആ രാജ്യവുമായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റി, ഇപ്പം ഇന്ത്യയും UAEയും തമ്മിൽ ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അങ്ങനെ ഇന്ത്യ നിരവധി രാജ്യങ്ങളുമായിട്ട് നിരവധി ട്രീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നാം അറിയണം. ഏത് രാജ്യത്തേക്കാണോ നാം എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തേക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാവോ, അവിടുത്തെ മാർക്കറ്റ്, അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ആ രാജ്യത്ത് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, അതിന് മറ്റ് തരത്തിലുള്ള ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നാം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയണം. ഒരുപാട് വിശാലമായ സബ്ജക്റ്റാണ്, ഒരു ഇൻ്റർവ്യൂവിലെല്ലാം പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ അതിനെ കുറച്ച് ലളിതമായിട്ട്, നമ്മൾ കാർഗോ അയക്കുമ്പോൾ അറിയേണ്ട ഇൻഷുറൻസ് പ്രൊസീജിയേഴ്സ് നമുക്കറിയണം. നമ്മൾ ഫ്ലൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 3 തരത്തിലാണ് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒന്ന് ബൈ റോഡ്, ഒന്ന് ബൈ സീ, ഒന്ന് ബൈ എയർ. അല്ലെങ്കിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസ്പോർട്ടേഷനെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് കമ്പൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കും. ഈ പറയുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് ഏതൊക്കെ തരത്തിലേക്കായിരിക്കണം, നമ്മൾ അയക്കപ്പെടുന്ന കാർഗോ ഏതെല്ലാം തരത്തിലായിരിക്കണം പാക്ക് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്, ലേബൽ ചെയ്യേണ്ടത്, അതിനെന്തെല്ലാം സ്റ്റാൻഡേർഡുകൾ വേണം, അത് ലാഷ് ചെയ്യുമ്പോൾ അത് ആ സാധനങ്ങൾ കെട്ടി ഉറപ്പിക്കുമ്പോഴൊക്കെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡുകൾ നമ്മൾ അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കിയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മറ്റ് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മുടെ കാർഗോ അയക്കാൻ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാർഗോ എത്തിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥലമാണ് പോർട്ട്, അല്ലെങ്കിൽ എയർപോർട്ട്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ റോഡ് സ്റ്റേഷൻ. വിഴിഞ്ഞം എന്ന് പറയുന്നത് അത്തരത്തിലേക്കുള്ള ഒരു പോർട്ടാണ്. അപ്പം വിഴിഞ്ഞം എക്സിം ട്രേഡിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തത് ജനങ്ങൾ അറിയേണ്ടത്, ജനങ്ങൾ ചോദിക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിഴിഞ്ഞം അദാനി പോർട്ട് അതോറിറ്റി എന്തെല്ലാം ഫെസിലിറ്റീസ് ആയിരിക്കണം ജനങ്ങൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ അതായത് നമ്മളുടെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് എന്താണ്, കേരളത്തിലെ 2015 നമ്മൾ കല്ലിട്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എഗ്രിമെൻറ്റ്, ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, ഇത്രയും കാര്യം അദാനി പോർട്ടുകാർ ചെയ്തു തരണം. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന എഗ്രിമെൻറ്റ്.
അപ്പം അതനുസരിച്ച് ഒരു പോർട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കണം എങ്കിൽ ജനങ്ങൾക്കറിയേണ്ടത് വിഴിഞ്ഞം പോർട്ടിൽ എത്ര ബർത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ, ഏതെല്ലാം രാജ്യത്ത് നിന്ന് ഉള്ള വെസലുകൾ നമ്മുടെ തുറമുഖത്തേക്ക് എത്തും, അതിനെ അല്ലെങ്കിൽ ഏതെല്ലാം വോയേജ് അല്ലെ സീ റൂട്ട് നമ്മൾ ഉപയോഗിക്കും, നമ്മുടെ നാട്ടിൽ നിന്നും ഏതെല്ലാം രാജ്യത്തേക്കാണ് കപ്പലുകൾ അല്ലെങ്കിൽ വെസൽ അല്ലെ ഷിപ്പ് പോകുന്നത്, അതിൻ്റെ വോയേജ് ഷെഡ്യൂളും അതിൻ്റെ യാത്രാ വിവരം ഞാൻ അതിനെ ലളിതീകരിക്കാൻ വേണ്ടി പറയാം. അതിൻ്റെ യാത്ര എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉണ്ടാവും. അപ്പം വെസൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അദാനി പോർട്ട് അതോറിറ്റി അറിയിക്കണം, വിഴിഞ്ഞം അദാനി പോർട്ട് അതോറിറ്റി അറിയിക്കണം. 2, ഇപ്പോൾ വിഴിഞ്ഞത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന തുറമുഖത്ത് ഏതെല്ലാം ഷിപ്പിംഗ് ലൈൻ്റെ കണ്ടെയ്നറുകൾ കിട്ടും. അതായത് ഒരു തുറമുഖം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ടിന് വേണ്ടി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കാർഗോ കൊണ്ടുപോകാൻ ജനങ്ങളുടെ കൈവശമല്ലോ കണ്ടെയ്നർ ഉള്ളത്. പോർട്ടുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ ടെർമിനലുകളിലോ ആണ് കണ്ടെയ്നറുകൾ സാധാരണ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഏതെല്ലാം ഷിപ്പിംഗ് ലൈൻ, കണ്ടെയ്നറുകൾ ലൈൻ അല്ലെ കണ്ടെയ്നർ ഓണേഴ്സായിട്ടുള്ളവരെയാണ് നമ്മൾ ഷിപ്പിംഗ് ലൈൻ അല്ലെ കണ്ടെയ്നർ ലൈൻ എന്നുള്ള തരത്തിലേക്ക് ടെക്നിക്കലി ഉപയോഗിക്കുന്നത്. MSCയുടെ കണ്ടെയ്നർ കിട്ടുമോ, CMAയുടെ കിട്ടുമോ, മേഴ്സ്കിൻ്റെ കിട്ടുമോ, ഹപ്പഗ്ലോയിഡിൻ്റെ കിട്ടുമോ, ലോറൽ നാവിഗേഷൻ്റെ കിട്ടുമോ, ഡെൽമാസ് കിട്ടുമോ, മിഡാസ് കിട്ടുമോ, അതായത് നിരവധി ഷിപ്പിംഗ് ലൈനുകൾ ലോകരാജ്യങ്ങളിലുണ്ട്. അതിൽ ഏതെല്ലാം കണ്ടെയ്നറുകൾ ഈ പോർട്ടിൽ നിന്നും അവൈലബിൾ ആണ് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇന്ന തരത്തിലേക്കുള്ളതാണ്. അപ്പോൾ ആ പോർട്ടിൽ വരുന്ന കണ്ടെയ്നർ അവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി, കണ്ടെയ്നർ കാരണം പോർട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്, അതിന് സ്റ്റോർ ചെയ്യുവാണ്. അത് ജനങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതാതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷിപ്പിംഗ് ലൈനുകളോ അല്ലെങ്കിൽ NVOCC നോൺ വെസൽ കാർഗോ ഓപ്പറേറ്റിംഗ് കമ്പനീസ് ഉണ്ട് ഇത്തരത്തിലുള്ള സർവീസ് കൊടുക്കുന്നത്. ഫ്രൈറ്റ് ഫോർവേഡിങ്ങും ക്ലിയറിംഗ് ഫോർവേഡിങ്ങും ഉണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന സർവീസുകൾ ഏതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആരൊക്കെ കമ്പനികൾ വന്നിട്ടുണ്ട്, അല്ലെ പുതിയ കമ്പനികൾ വരുന്നുണ്ടോ, ഇത് അറിയണം. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നറുകൾക്ക് എത്ര രൂപയാണ് അതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. അതായത് കണ്ടെയ്നർ അവിടെ സൂക്ഷിക്കുന്നതിന്, ഓരോ ഷിപ്പിംഗ് ലൈനിൻ്റെയും കണ്ടെയ്നർ സൂക്ഷിക്കുന്നതിന് ചാർജ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഈ കണ്ടെയ്നറുകൾ നമുക്ക് എത്ര ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് പുറത്തെടുത്ത് എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം, അത് കഴിഞ്ഞാൽ അതിന് ചാർജ് വരും, അതിനെ ഡമറേജ് എന്ന് പറയും. അതുപോലെ തന്നെ കണ്ടെയ്നർ നമ്മൾ പുറത്തെടുത്ത് ട്രാൻസ്പോർട്ടേഷനും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഡിറ്റൻഷൻ വരും. അതായത് നമുക്ക് നീണ്ട കാലത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ കണ്ടെയ്നറുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഉപയോഗത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ ആ വ്യാപാരത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജ്, ഡമറേജ്, ഡിറ്റൻഷൻ, ഡിറ്റൻഷനും എല്ലാ കാര്യങ്ങളും അദാനി പോർട്ടിൻ്റെ കീഴിൽ തന്നെ അല്ല എങ്കിൽ പോലും ഈ പറയുന്ന ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഏതെല്ലാം ഷിപ്പിംഗ് ലൈൻ്റെ കണ്ടെയ്നർ കിട്ടും, പോർട്ടിൽ ഈ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ചാർജ് ഉണ്ട്. പോർട്ട് ഹാൻഡ്ലിംഗ് ചാർജസ് അല്ലെങ്കിൽ THC എന്നും വിളിക്കും, ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജ്. ഈ കണ്ടെയ്നർ പോർട്ടിൽ ലിഫ്റ്റ് ചെയ്ത് ട്രെയിലറെ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഇമ്പോർട്ടായിട്ട് വരുന്ന കണ്ടെയ്നറോ അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വരുന്ന കണ്ടെയ്നർ ഗ്രൗണ്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് വെസലയിൽ കൊടുക്കുന്നതിനോ വെസലയിൽ നിന്ന് സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എത്രയൊക്കെയാണ് അതിൻ്റെ പോർട്ട് ഹാൻഡ്ലിംഗ് ചാർജസ് എന്ന് പറയുന്നത്, ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജസ്, അത് ജനങ്ങൾ അറിയണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. പോർട്ടിനുമായിട്ട് ഉണ്ട് ഡോക്യുമെൻറ്റേഷൻ, കസ്റ്റംസിനുമുണ്ട്. കസ്റ്റംസ് വേറൊരു അതോറിറ്റിയാണ്. പോർട്ട് മിനിസ്ട്രി ഓഫ് പോർട്ട് എന്ന് പറയുന്ന, വാട്ടർവേസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മാരിടൈം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗങ്ങൾ വരുമ്പോൾ കസ്റ്റംസ് വേറെയാണ്. കസ്റ്റംസും ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സർവീസുകളെല്ലാം കസ്റ്റംസും ജനങ്ങളിലേക്ക് അറിയിക്കണം. എത്രയാണ് അവരുടെ താരിഫ്, അവരുടെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിനാണ് കസ്റ്റംസ് ഹൗസ് ഏജൻറ്റന്മാരെയും അതായത് പരീക്ഷ നടത്തി പാസ്സാക്കുന്നത്. അവരിൽ നിന്നുമുള്ള ഇൻഫർമേഷൻസ് വേണം. ഈ പോർട്ടിൽ നിന്നും മറ്റ് പോർട്ടിലേക്ക് വെസലുകൾ പോകുമ്പോൾ അതിൻ്റെ ഫ്രൈറ്റ് കോസ്റ്റ്, അതായത് ആ സീ റൂട്ടിൽ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എത്ര ആണെന്നുള്ള കാര്യവും ജനങ്ങൾ അറിയണം. എങ്കിൽ ജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും എന്നല്ല, ആ ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഷിപ്പിംഗ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടോ ഫ്രൈറ്റ് ഫോർവേഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതായത് കസ്റ്റംസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കസ്റ്റംസ് ചെയ്യണം. വിഴിഞ്ഞം അദാനി പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിഴിഞ്ഞം അദാനി പോർട്ട് 1 by 1 ആയിട്ട് ലോജിസ്റ്റിക്സ് കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ലിഫ്റ്റ് ഓൺ ലിഫ്റ്റ് ഓഫ് എത്രയാണ്, വെയ്മെൻറ്റ് ഫെസിലിറ്റീസ്. കാരണം ഒരു കണ്ടെയ്നറും വെയ്മെൻറ്റ് എടുക്കാതെ പോകാൻ പറ്റത്തില്ല.
VGM വേരിഫൈഡ് ഗ്രോസ് മാസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുത്ത് ആ കണ്ടെയ്നറൈസേഷൻ ഇന്റർനാഷണലിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കണ്ടെയ്നറിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റ് ഉള്ള കാർഗോ മാത്രമേ നമുക്ക് വെസലിലേക്ക് കയറ്റിവിടാൻ പറ്റത്തുള്ളൂ. കസ്റ്റംസ് ലെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന പെർമിഷൻ തന്നാലേ എക്സ്പോർട്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വെസലെ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ അതോറിറ്റി എല്ലാം ഞാൻ പറഞ്ഞില്ലോ പറയാൻ കഴിയത്തില്ല. കസ്റ്റംസ് അവരുടെ ഭാഗത്തു നിന്നുള്ള വരണം, വിഴിഞ്ഞം അദാനി പോർട്ട്. ഇനി എപ്പോഴൊക്കെ വെസൽ വരും, എപ്പോഴൊക്കെ വെസൽ പോകും, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ, എപ്പോഴൊക്കെ വെസൽ വരും, എപ്പോഴൊക്കെ വെസൽ പോകും, ഇത് ജനങ്ങൾക്കറിയണം. അതിന് വേണ്ടത് ഇപ്പോൾ ഒരു തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് 24/7 അവേഴ്സ് അതിന് വേണ്ട നല്ല സർവീസ്, കസ്റ്റമർ സർവീസ് വേണം. കാരണം നമ്മുടെ സ്റ്റേറ്റ് വലുതായിട്ട് മാരിടൈം ബിസിനസ്സിലോ ഷിപ്പിംഗ് ബിസിനസ്സിനകത്തിലോ പണ്ട് ചരിത്രമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് അല്ല. നമ്മൾ അതിനകത്തിലേക്ക് പിച്ച വെച്ച് നമ്മൾ വരുന്ന സമയമാണ്. അപ്പോൾ ഈ പറയുന്ന ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സർവീസ് കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന്, കാരണം എന്തെല്ലാം ഡോക്യുമെൻസുകൾ എക്സിം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റംസ് ആക്ട് അനുസരിച്ചിട്ട് ഓരോ പ്രോഡക്റ്റിനും ഏതെല്ലാം തരത്തിലേക്കുള്ള ഇൻസ്പെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് വേണം, അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എന്തെല്ലാം വേണം, അത് കൊടുക്കത്തക്ക തരത്തിലേക്ക് കസ്റ്റംസിനെ തയ്യാറാക്കണം. പോർട്ടിനെ ഇത്തരത്തിൽ. അതുപോലെ തന്നെ മറ്റൊരു അതോറിറ്റിയാണ് വിസിൽ, അതായത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മാരിടൈം ബോർഡിനെയും ഇതിനെയും. ഇവരും ഇതേ തരത്തിൽ തന്നെ ഒരു ട്രേഡർ, ഒരു മാനുഫാക്ചറർ, ഒരു എക്സ്പോർട്ടർ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സിം ട്രേഡ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഹാപ്പി സെൻറ്റർ ആയിരിക്കണം. അപ്പം ഞങ്ങൾ UAE-യിലും മറ്റു രാജ്യത്തൊക്കെ വന്നാൽ ഹാപ്പി സെൻറ്റർ എന്നാണ് ഇത്തരത്തിലേക്കുള്ള സ്ഥാനത്ത്. നമ്മളൊരു കസ്റ്റംസിൻ്റെ ഓഫീസിൽ പോയാൽ, പോർട്ടിൻ്റെ ഓഫീസിൽ പോയാൽ അവിടെ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷനും കസ്റ്റമർ സർവീസും അതുപോലെ മാർക്കറ്റിംഗ് സപ്പോർട്ട് തരുന്നതിനകത്തിലും മറ്റ് ബിസിനസ് ഹൗസുമായിട്ടുള്ള തരത്തിലേക്കുള്ള പ്രത്യേക ഡിവിഷൻസാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് വിസിൽ, അതായത് കേരളത്തിലെ 14 ജില്ലകളിലും മാരിടൈം ബോർഡിൻ്റെ അല്ലെങ്കിൽ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലേക്ക് അവർ കൊണ്ടുവരണം. ഗവൺമെൻറ് ഇതേ തരത്തിൽ തന്നെ ചെയ്യേണ്ട വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് സമുദ്ര മിഷനിലെ ചീഫ് മിനിസ്റ്റർ വളരെ എന്തൂസാസ്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളരെ വിഷനോട് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇത് കേരളത്തിലെ 144 മണ്ഡലത്തിലുമുള്ള എല്ലാ ലെജിസ്ലേച്ചർ മെമ്പർമാർക്കും ഇതിനകത്ത് റോളുണ്ട്. എല്ലാ മണ്ഡലത്തിലുമുള്ളവർക്കും ഈ പറയുന്ന വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം മാത്രമല്ല, കേരളത്തിലെ എല്ലാ തുറമുഖവും കടലില്ലാത്ത പ്രദേശത്തെയും നദിയില്ലാത്ത പ്രദേശത്തെയും പുഴയില്ലാത്ത പ്രദേശത്തെ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലത്തിലെയും എല്ലാ വ്യക്തികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തുറമുഖം. എന്തായാലും കേരളത്തിൻ്റെ സമഗ്ര വ്യവസായ ലോജിസ്റ്റിക്സ് വികസനം ലക്ഷ്യമിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിക്കും ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ തീരദേശ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന സമഗ്ര വികസന പദ്ധതിയാണിത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.